ആൽഫ്രഡ് ഓബിയെ പോലെ, PB നൂഹിനെ പോലെ, ദിവ്യ എസ് അയ്യരെ പോലെ നിങ്ങൾക്ക് ഒരു കളക്ടർ ആവാനാണോ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഒരു കളക്ടർ ആവാനെ കൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ആവാനെ കൊണ്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത്. ഇത് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഹബീബി, കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോ പറയാൻ പോകുന്നത്, അതായത് IAS സ്വപ്നം കണ്ട് നടക്കുന്ന, IAS ചെറുപ്പകാലം മുതലേ എനിക്കൊരു IAS ഓഫീസർ ആവണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കാനെ കൊണ്ട് തയ്യാറായിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത്. അതായത് ഒരു IAS ഓഫീസർ ആവാനെ കൊണ്ടുള്ള A to Z ഫ്രം ദ ബിഗിനിങ് തൊട്ട് എൻഡ് വരെയുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ എക്സാമുകളാണെന്നുള്ളതും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ IAS ഓഫീസർ എന്ന് പറഞ്ഞാൽ സ്കൂളുകൾക്ക് അവധി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എത്രത്തോളം കഷ്ടപ്പെട്ട്, എത്രത്തോളം ഹാർഡ് വർക്ക് ഈ ഒരു IAS ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് ഈ ആയവർ എടുത്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാനൊരു IAS സ്റ്റുഡൻ്റ് അല്ല, ഞാനൊരു IAS ട്രെയിനിങ് കോച്ചല്ല. ഞാൻ നടത്തിയ റിസർച്ചിൽ നിന്നും ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്നുമാണ് ഈ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു സിവിൽ സർവീസ് സെർവൻ്റ് ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു എക്സാമിന് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു IAS എന്നുള്ളൊരു യാത്രയിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണോ, നിങ്ങൾക്ക് അതിന് യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആണെന്ന് മനസ്സിലായാൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതിനു വേണ്ടിയിട്ട് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 നാഷണാലിറ്റി, 2 ഏജ് ലിമിറ്റ്, 3 എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്രൈറ്റീരിയ നാഷണാലിറ്റി. നിങ്ങൾ ചോദിക്കും, നാഷണാലിറ്റി ഞാൻ ഇന്ത്യൻ അല്ലേ എന്ന് നിങ്ങൾക്കൊരു സംശയം വരും. അപ്പം എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളൊരു IAS എക്സാം അപ്പിയർ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന്റെ കാര്യം എടുത്തു പറയുന്നുള്ള കാരണം, ഇപ്പം നമ്മുടെ ഒരു നല്ല ട്രെൻഡാണല്ലോ ഈ മൈഗ്രേഷൻ എന്നുള്ളത്. എല്ലാവരും പുറത്തോട്ട് പോകണം, പുറത്ത് പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ്, യൂറോപ്പിലൊക്കെ പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ്. ഈവൻ അങ്ങനെ പോകുന്ന ഒരു ഫാമിലിയിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ഇന്ത്യൻ IAS ഓഫീസർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ IAS എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്താ ചെയ്യേണ്ടത്? അവർ ഈ പറയുന്ന കൺട്രിയിലെ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് ഈ പറയുന്ന ഒരു സിവിൽ സർവീസ് എക്സാം ഇവർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇന്ത്യൻസ് അല്ലാതെ മറ്റു രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ള ആർക്കൊക്കെ IAS ഓഫീസർ ആവാന്നുള്ള കുറച്ച് രാജ്യം ഞാൻ പറയാം. 1 നേപ്പാള്, 2 ഭൂട്ടാൻ ആൻഡ് ടിബറ്റൻ റെഫ്യൂജീസ്. ഈ പറഞ്ഞ രാജ്യത്ത് നിന്നുള്ളവര് 1962 മുമ്പ് ഇന്ത്യയിൽ വന്ന് സിറ്റിസൺഷിപ്പ് എടുത്തവരാണെങ്കിൽ ഇവർക്കും ഈ പറയുന്ന പോലെ IAS എക്സാം അപ്പിയർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ്, അതായത് ഏജ് ലിമിറ്റ്. ഇതിനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 ജനറൽ കാറ്റഗറി, 2 OBC, SC ST, PWD. ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് 21 മുതൽ 32 വയസ്സ് വരെയാണ് ഇവർക്ക് ഈ പറയുന്ന എക്സാം അപ്പിയർ ചെയ്യാനെ കൊണ്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് 21 വയസ്സായാൽ 21 വയസ്സിന് ശേഷം 32 വയസ്സിനുള്ളിൽ, 32 വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഈ പറയുന്ന IAS എക്സാം അപ്പിയർ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഒരു OBC കാൻഡിഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 21 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് എക്സാം അപ്പിയർ ചെയ്യാനെ കൊണ്ടുള്ള ഒരു ഏജ് ലിമിറ്റ്. അതായത് ഇവർക്ക് ഒരു 3 വർഷം കൂടെ കൂടുതൽ ജനറൽ കാറ്റഗറി അപേക്ഷിച്ച് നോക്കുമ്പോൾ കിട്ടും. 35 കഴിഞ്ഞാൽ ഇവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തതാണ് SC ST. ഇവർക്ക് 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയാണ് IAS എക്സാം എഴുതാനെ കൊണ്ടുള്ള ഏജ് ലിമിറ്റ്. അതായത് 37 കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി അടുത്ത വിഭാഗം എന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് അംഗവൈകല്യമുള്ളവർ. ഇവരുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, ഒരു ജനറൽ വിഭാഗത്തിലുള്ള ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് 21 മുതൽ 42 വയസ്സ് വരെയാണ് IAS എക്സാം എഴുതാനെ കൊണ്ടുള്ള ഏജ് ലിമിറ്റ്. ഇനി OBC നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 21 മുതൽ 45 വയസ്സ് വരെ. ഇനി നമുക്ക് SC ST നോക്കിക്കഴിഞ്ഞാൽ 21 മുതൽ 47 വയസ്സ് വരെ. ഇനി നമ്മൾ ഈ പറഞ്ഞ ഓരോ വിഭാഗത്തിനും എത്ര തവണ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒരു ജനറൽ വിഭാഗത്തിലുള്ള ഒരു കാൻഡിഡേറ്റിന് 6 തവണയാണ് ഈ പറയുന്ന IAS എക്സാം അറ്റൻഡ് ചെയ്യാനെ കൊണ്ട് സാധിക്കുന്നത്. ഇനി OBCയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 9 തവണയാണ് OBC കാൻഡിഡേറ്റിന് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി SC ST നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നോ ലിമിറ്റ് ടു അറ്റംപ്റ്റ്, അതായത് ഇവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനെ കൊണ്ടുള്ള ലിമിറ്റ് ഇല്ല. ഇവർക്ക് എത്ര വേണേലും ഈ പറയുന്ന IAS എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും.
ഇനി നമുക്ക് ഇവർക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ യോഗ്യത നോക്കാം. ഒരു കാൻഡിഡേറ്റ്, അതായത് IAS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് ഉറപ്പായിട്ടും അംഗീകൃതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബാച്ചിലർ ഡിഗ്രി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതിപ്പോൾ ഏത് മേഖല ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു MBA കാരനായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഏതൊരു മേഖലകളായാലും നിങ്ങളുടെ ആ ഒരു മേഖലയിൽ നിന്നുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു ഫൈനൽ ഇയർ ഗ്രാജുവേഷൻ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനും ഈ പറയുന്ന IAS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ എഴുതാനും സാധിക്കും. പക്ഷെങ്കിൽ ഇവരുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രൂഫ് ഓഫ് എവിഡൻസ് ഇവർ സബ്മിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ഒരു IAS ഓഫീസർ ആവാൻ തയ്യാറെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ്സിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞു, അവർക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ പറഞ്ഞു. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഈ ഒരു IASന്റെ ഒരു മാർക്ക് അല്ലെങ്കിൽ എന്തൊക്കെ എക്സാമുകളാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. മെയിൻ ആയിട്ടും 3 തരത്തിലുള്ള എക്സാമുകളാണ്, 3 തരത്തിലുള്ള ഘട്ടങ്ങളാണ് ഒരു IAS ജേണിയിൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാം, 2 മെയിൻ എക്സാം, 3 ഇന്റർവ്യൂ. നമ്മൾ ഈ എക്സാമിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഈ IAS എക്സാം കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് കേരളത്തിലെ PSC പോലെ തന്നെയുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ പറയുന്ന സിവിൽ സർവീസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കപ്പം ആദ്യത്തെ ഘട്ടമായ പ്രിലിമിനറി എക്സാം അത് നമുക്ക് എന്താ നോക്കാം. ഈ പ്രിലിമിനറി എക്സാമിൽ 2 പേപ്പേഴ്സ് ആണുള്ളത്, അതായത് ജനറൽ സ്റ്റഡീസ് പേപ്പർ, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ 2 ഉള്ളത്. നമുക്ക് ആദ്യം ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഈ ജനറൽ സ്റ്റഡീസ് പേപ്പർ എക്സാം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ മെത്തേഡിലുള്ള ഒരു എക്സാം ആണ്. ഇനി ഇതിന്റെ ഒരു ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 200 മാർക്കാണ് ഒരു ടോട്ടൽ മാർക്ക് ഈ ഒരു പേപ്പറിന് കിട്ടുന്നത്. ഇതിന്റെ ഒരു എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഇനി ഈ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പറിനകത്തിൽ കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ഉള്ളതൊന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്, അതായത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കറണ്ട് ഇവന്റ്സ്, കറണ്ട് ന്യൂസ്, കറണ്ട് ഇഷ്യൂസ്, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്നത്. അടുത്താണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ പുരാതന, മധ്യകാല, ആധുനിക ചരിത്രങ്ങളെ കുറിച്ചുള്ള ഒരു നോളജ് ഇവർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതായത് ഇന്ത്യയെക്കുറിച്ച് A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തതാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് ഗവേണൻസ്. ഇതിനകത്ത് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന, അതുപോലെ പൊളിറ്റിക്കൽ സിസ്റ്റംസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളൊരു IAS കാൻഡിഡേറ്റ് ആവാൻ പോകുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ആവാൻ തയ്യാറെടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് നോളജ് ഉണ്ടാവണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നന്നായിട്ട് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക, പിന്നെ ബുക്കുകൾ വായിക്കുക, അതേപോലെ തന്നെ ആർട്ടിക്കിളുകൾ വായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഈ പറഞ്ഞ ടോപ്പിക്കുകളെ കുറിച്ചുള്ളൊരു പരിജ്ഞാനം അല്ലെങ്കിൽ നോളജ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ ആ വഴികളിലെല്ലാം നിങ്ങൾ ചെയ്യണം. കാര്യം ഓരോ മാർക്കും ഓരോ പോയിന്റും ഈ പറയുന്ന ഒരു സിവിൽ സർവീസ് എക്സാമിന് അല്ലെങ്കിൽ ഒരു IAS കാരനാവാനെ കൊണ്ടുള്ള ഒരു വ്യക്തിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു സബ്ജക്ട് എന്താണെന്ന് നോക്കാം. അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഇനി ഇതിനകത്തിൽ വരുന്ന ഈ ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്സ്, സോഷ്യൽ സെക്ടർ ഇനിഷ്യേറ്റീവ്സ്. ഇനി അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഇക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇനി ഈ ഒരു സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന്, മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇനി അടുത്തത് ലാസ്റ്റ് സബ്ജക്റ്റ് ആണ് ജനറൽ സയൻസ്. ഈ ഒരു സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ബേസിക് സയൻസ്, ടെക്നോളജി, ഇന്നോവേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ്, എനർജി ആൻഡ് ബയോളജി. ഇനി നമുക്ക് ഈ പ്രിലിമിനറിയുടെ ഒരു മാർക്കിംഗ് സ്കീംസ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഈ ഒരു പ്രിലിമിനറി മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത് ഓരോ കറക്റ്റ് ആൻസറിനും 2 മാർക്ക് വീതമാണ് നൽകുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രിലിമിനറി എക്സാമിന് പോസിറ്റീവ് മാർക്ക് പോലെ തന്നെ നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഓരോ നെഗറ്റീവ് ആൻസറിനും 1/3 ആയിട്ട് ഡിഡക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ആൻസർ ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച്, വളരെ ആലോചിച്ച്, എടുത്ത് തീരുമാനിച്ച് 100% നിങ്ങൾ കൊടുക്കുന്ന ആൻസർ ശരിയാണ് അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ആൻസർ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്യാവൂ, ചൂസ് ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആൻസർ റോങ് ആയി പോയാൽ നിങ്ങളുടെ മാർക്കിൽ അവിടെ ഡിഡക്ഷൻ ഉണ്ടാവും. അതെപ്പോഴും നിങ്ങൾ കീപ് ഇൻ മൈൻഡ്. ഇനി നമുക്ക് ഈ പ്രിലിമിനറി എക്സാമിന്റെ അടുത്ത പേപ്പറിലോട്ട് പോകാം. അതാണ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈ CSATക്കും 2 മണിക്കൂറാണ് എക്സാമും, അതുപോലെ തന്നെ 200 മാർക്കും. ഇനി ഈ ഒരു CSATയിൽ കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ്,
റീസണിങ് എബിലിറ്റീസ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ്. ഇനി ഈ ഒരു സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ കോംപ്രഹെൻഷൻ, അതുപോലെ ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, അതുപോലെ ബേസിക് ന്യൂമറസി ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ പേപ്പർ സ്റ്റഡീസിന് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ CSATക്ക് ഓരോ ക്വസ്റ്റ്യനും 2.5 വെച്ചിട്ടാണ് മാർക്ക് നമുക്ക് കിട്ടുന്നത്. ഇവിടെയും ജനറൽ സ്റ്റഡീസ് പേപ്പറെ പോലെ തന്നെ നെഗറ്റീവ് മാർക്കുണ്ട്. 1/3 ആയിട്ട് നെഗറ്റീവ് മാർക്ക് ഇവരെ ഡിഡക്റ്റ് ചെയ്യും. ഇനി ഈ CSAT പേപ്പറിന് വേറൊരു മെയിൻ കാര്യമുണ്ട്. അതായത് ഈ ഒരു CSAT പേപ്പറിന് ഒരു കാൻഡിഡേറ്റ് മിനിമം 33% മാർക്ക് മേടിക്കണം, എങ്കിൽ മാത്രമേ ഇവർക്ക് മെയിൻ എക്സാമിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ശ്രദ്ധിക്കണം, ഇത് ഈ CSATയുടെ ഒരു 33% ഓവറോൾ റാങ്കിങ്ങിനെയോ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കിനെയോ എഫക്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇവർക്കൊരു മെയിൻ എക്സാമിലോട്ട് മുന്നേറണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന CSAT എക്സാമിന് 33% മിനിമം മാർക്ക് ഇവർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഇവർക്ക് മെയിൻ എക്സാമിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു IAS യാത്രയിലെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാം. അതാണ് മെയിൻ എക്സാം. ഈ മെയിൻ എക്സാമിന് 9 പേപ്പേഴ്സ് ആണുള്ളത്. അതിനകത്തിൽ ഈ പറയുന്ന ക്വാളിഫയിങ് പേപ്പർ ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 9 മെയിൻ പേപ്പേഴ്സ്. ഇതിനെ നമുക്ക് 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അതായത് ക്വാളിഫയിങ് പേപ്പേഴ്സ് ആൻഡ് റാങ്കിങ് പേപ്പേഴ്സ്. ഈ ക്വാളിഫയിങ് പേപ്പേഴ്സ് എന്താ നമുക്ക് ആദ്യം നോക്കാം. ഈ ക്വാളിഫയിങ് പേപ്പേഴ്സിനകത്തിൽ മെയിനായിട്ടും 2 പേപ്പേഴ്സ് ഉണ്ടാകത്തുള്ളൂ. ബാക്കി 7 പേപ്പേഴ്സും റാങ്കിങ് കാറ്റഗറിയിലാണ് പോകുന്നത്. അപ്പൊ ഈ ക്വാളിഫയിങ് പേപ്പേഴ്സിലെ 2 പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, 1 ഇന്ത്യൻ ലാംഗ്വേജ്, 2 ഇംഗ്ലീഷ്. ഈ പറഞ്ഞ 2 പേപ്പേഴ്സിനും 300 വെച്ചിട്ടാണ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ടോട്ടൽ വരുമ്പോൾ 2 പേപ്പേഴ്സിനൂടെ 600 മാർക്ക് വരുന്നത്. നമ്മൾ ഫസ്റ്റ് പേപ്പർ പറഞ്ഞു ഇന്ത്യൻ ലാംഗ്വേജ്. ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് ലാംഗ്വേജ് ആണ്. ഈ ഒരു പേപ്പറിൽ കാൻഡിഡേറ്റിന് എഴുതാനും വായിക്കാനും നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവാണ് ഇവര് നോക്കുന്നത്. ചൂസ് ഓഫ് ലാംഗ്വേജ്. ഇനി ഇവർക്ക് ഏത് ഇന്ത്യൻ ലാംഗ്വേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്നാലും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ലാംഗ്വേജുകളാണ് കൂടുതലും ജനപ്രിയമായിട്ടുള്ളത്. അടുത്തത് പേപ്പർ 2 ഇംഗ്ലീഷ്. ഈ ഒരു പേപ്പറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി അളക്കുക എന്നുള്ളതാണ്. പേപ്പർ 2 ഒരു ക്വാളിഫയിങ് ലാംഗ്വേജ് ആണ്. പക്ഷെങ്കിൽ ഇതും നിങ്ങളുടെ ഫൈനൽ റാങ്കിനെ അഫക്ട് ചെയ്യത്തില്ല. എന്നാലും ഈ ഒരു ഇംഗ്ലീഷ് പേപ്പറിന് കുറഞ്ഞത് 25% മാർക്ക് ഒരു ഉദ്യോഗാർത്ഥി നേടിയിരിക്കണം എന്നുള്ളതാണ് നിർബന്ധം. അപ്പൊ ക്വാളിഫയിങ് പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് റാങ്കിങ് പേപ്പേഴ്സ്. അതായത് ബാക്കി 7 പേപ്പേഴ്സും ഈ പറയുന്ന റാങ്കിങ് പേപ്പേഴ്സ് കാറ്റഗറി വരുന്നതാണ്. ഇപ്പൊ അതിൽ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 7 റാങ്കിങ് പേപ്പേഴ്സ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഫൈനൽ റാങ്കിങ്ങിനെ നിർണ്ണയിക്കുന്നത് ഈ ഒരു 7 പേപ്പറിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു പേപ്പേഴ്സ് എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 7 പേപ്പേഴ്സ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും. കൂടുതലും ഈ പേപ്പേഴ്സിന് വേണ്ടി ആയിരിക്കണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. സോ അപ്പൊ നമുക്ക് ഇനി പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ 7 പേപ്പേഴ്സ്. പേപ്പർ 1 എന്ന് പറയുന്നത് essay. ഇതിന്റെ ഒരു മാർക്ക് എന്ന് പറയുന്നത് 250 ആണ് ഇതിന് മാർക്ക്. ഇനി നമുക്ക് ഈ പേപ്പർ 1 മെയിൻ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. സോഷ്യൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഫിലോസഫി, എത്തിക്സ് ഓർ എക്കണോമിക് ഡെവലപ്മെന്റ്. ഈ പറഞ്ഞ ടോപ്പിക്കുകളിലുള്ള ഒരു എസ്സേ ആണ് ഇവർക്ക് ഈ പേപ്പർ 1 എസ്സേയിൽ എഴുതേണ്ടത്. അതുപോലെ നിങ്ങൾ ഈ എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ വേണം നിങ്ങൾ ഈ പറഞ്ഞ എസ്സേ എഴുതാൻ. ഇനി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് ഈ ഒരു എസ്സേ എക്സാമിന് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം. ഇനി അടുത്ത 2ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് 1. ഇതിനും 250 ആണ് മാർക്ക്. ഇനി ഈ ജനറൽ സ്റ്റഡീസിൽ കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, അതുപോലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതായത് പുരാതന മധ്യകാല ആധുനിക ഇന്ത്യയുടെ ചരിത്രം, അതുപോലെ വേൾഡ് ഹിസ്റ്ററി. ഇതിനകത്ത് വരുന്ന മെയിൻ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ ഹിസ്റ്ററി ആൻഡ് മേജർ വേൾഡ് ഇവന്റ്സ്. ഇനി ഈ ഒരു എക്സാമിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അപ്പൊ നമ്മൾ പേപ്പർ 1 പറഞ്ഞു എസ്സേ, പേപ്പർ 2 പറഞ്ഞു ജനറൽ സ്റ്റഡീസ് 1, ഇനി പേപ്പർ 3 ജനറൽ സ്റ്റഡീസ് 2. ഇനി ഈ ജനറൽ സ്റ്റഡീസ് 2 വരുന്ന കുറച്ച് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്, കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, പൊളിറ്റിക്കൽ സിസ്റ്റംസ്, ഇലക്ഷൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ്, റൈറ്റ് ഇഷ്യൂസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഈ എക്സാമിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്.
ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 250 ഇതിന്റെ ടോട്ടൽ മാർക്ക്. ഇനി അടുത്ത പേപ്പർ, അതായത് 4ാമത്തെ പേപ്പർ നോക്കാം. ഇത് ജനറൽ സ്റ്റഡീസ് 3. ഇനി ഇതിൽ കവർ ചെയ്യുന്ന കുറച്ച് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ബയോഡൈവേഴ്സിറ്റി, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതുപോലെ ഇന്ത്യൻ എക്കോണമി, അഗ്രികൾച്ചർ ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ഒരു എക്സാമിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഇതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 250. ഇനി അടുത്ത പേപ്പർ നോക്കാം. 5ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് 4. ഇനി ഈ ഒരു ജനറൽ സ്റ്റഡീസ് 4ൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അത് കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഇനി ഇതിനകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്തിക്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എത്തിക്കൽ ഗവർണൻസ്, ഹ്യൂമൻ വാല്യൂസ്, probity in governance and attitude towards work and people. ഈ എക്സാമിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഇതിന്റെയും ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 250 മാർക്കാണ്. ഇനി നമുക്ക് 6ാമത്തെ സബ്ജക്റ്റിലോട്ട് നോക്കാം. 6ാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ 1. ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം. അതായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതാണെന്നുള്ളത്, പക്ഷെങ്കിൽ UPSC ലിസ്റ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്നാണ് നിങ്ങൾക്കൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇതിനകത്ത് വരുന്ന ഒരു മെയിൻ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജിയോഗ്രഫി, സോഷ്യോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജിയോളജി. ഒപ്റ്റിമൽ സബ്ജക്ട് പേപ്പർ 1 ഈ എക്സാമിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഇതിന്റെയും മാർക്ക് എന്ന് പറയുന്നത് 250. ഇതിന്റെയും ടോട്ടൽ മാർക്ക്. ഇനി അടുത്ത പേപ്പർ, അതായത് 7ാമത്തെ പേപ്പർ ഏതാണെന്ന് നമുക്ക് നോക്കാം. 7ാമത്തെ പേപ്പറാണ് ഒപ്റ്റിമൽ സബ്ജക്ട് പേപ്പർ 2. ഇതാണ് നമ്മുടെ മെയിൻ എക്സാമിലെ ലാസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തിൽ കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതും സെയിം തന്നെയാണ്. അതായത് ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ 1ലെ നേരത്തെ നമ്മൾ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്യുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിലെ സബ്ജക്റ്റുകൾ തന്നെയാണ് ഈ പറഞ്ഞ ഓപ്ഷണൽ സബ്ജക്ട് പേപ്പർ 2വിനകത്തിനും വരുന്നത്. ഇനി ഈ എക്സാമിന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഇതിന്റെയും ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 250. അപ്പൊ നമ്മൾ മെയിൻ എക്സാമിന്റെയും ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി ഒരു മെയിൻ എക്സാമിന്റെ ഒരു മാർക്ക് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റാങ്കിംഗ് പേപ്പേഴ്സ് നോക്കാം. ഈ റാങ്കിംഗ് പേപ്പേഴ്സിലെ 7 പേപ്പറാണുള്ളത്. ഈ 7 പേപ്പറിൽ ഓരോ പേപ്പറിനും 250 മാർക്ക് വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ 250 വെച്ചിട്ട് 7 പേപ്പർ 1750 റാങ്കിംഗ് പേപ്പേഴ്സിന്റെ ടോട്ടൽ മാർക്ക്. ഇനി ക്വാളിഫയിങ് പേപ്പേഴ്സിന്റെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 300 300 600 അതിന്റെ ടോട്ടൽ മാർക്ക്. സോ ഈ മെയിൻ എക്സാമിന്റെ എല്ലാ പേപ്പേഴ്സിന്റെയും മാർക്ക് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 2050 ടോട്ടൽ മാർക്ക് വരുന്നത്. ഇനി IAS മെയിൻ എക്സാമിന്റെ ഒരു ഡ്യൂറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നോർമലി 5 മുതൽ 7 ദിവസം വരെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു മെയിൻ എക്സാമിന്റെ ഒരു എക്സാം ഡേറ്റുകൾ ഡ്യൂറേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ എക്സാമിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മണിക്കൂർ വെച്ചിട്ടാണ് ദൈർഘ്യവും ഉള്ളത്. ഇനിയാണ് ലാസ്റ്റ് സ്റ്റേജ് 3 ഇന്റർവ്യൂ ഓർ പേഴ്സണൽ ടെസ്റ്റ്. ഈ ഒരു ഇന്റർവ്യൂ, അതായത് പേഴ്സണൽ ടെസ്റ്റ്, ഇത് കണ്ടക്ട് ചെയ്യുന്നത് UPSCയുടെ ബോർഡ് മെമ്പേഴ്സ് ആണ്. ഈ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഇവരായിരിക്കും മെയിൻ ആയിട്ടും ഈ പറയുന്ന ഒരു ഇന്റർവ്യൂ പാനൽ ബോർഡിൽ ഉണ്ടാവുന്നത്. ഇനി ഈ ഒരു ഇന്റർവ്യൂവിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 275 ഈ പറയുന്ന ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണൽ ടെസ്റ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ഡിസൈൻ ചെയ്തത് തന്നെ ഈ ഒരു കാൻഡിഡേറ്റ്സിന്റെ പല രീതിയിലുള്ള പേഴ്സണാലിറ്റീസിനെ വാല്യൂറ്റ് ചെയ്യാനാണ്. നമുക്ക് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് മെന്റൽ അലർട്ട്നെസ്, അതായത് വിമർശനാത്മകമായും യുക്തിപരമായും ചിന്തിക്കാനുള്ള ഒരു കാൻഡിഡേറ്റ്സിന്റെ കഴിവ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് എബിലിറ്റി ടു എക്സ്പ്രസ് ഓൺ സെൽഫ് ക്ലിയർലി ആൻഡ് കൊഹിയറൻലി. അടുത്തതാണ് എത്തിക്സ് ആൻഡ് വാല്യൂസ്, അതായത് ഡിസിഷൻ മേക്കിംഗ്, പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻ കറണ്ട് അഫയേഴ്സ്, അതായത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവന്റുകളിലുള്ളൊരു പരിജ്ഞാനം. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഡിമീനർ, അതായത് ഒരു കാൻഡിഡേറ്റ്സിന്റെ മൊത്തത്തിലുള്ളൊരു പെരുമാറ്റവും മനോഭാവവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തിൽ വരുന്നത്. ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു നോളജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ല, പക്ഷെങ്കിൽ ഇത് ഫോക്കസ് ചെയ്യുന്നത് കാൻഡിഡേറ്റിന്റെ പേഴ്സണാലിറ്റി, മൈൻഡ് സെറ്റ്, അതുപോലെ എബിലിറ്റി ടു വർക്ക് ആസ് എ IAS
ഓഫീസർ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു IAS ഓഫീസർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ ഈ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് പ്രിപ്പയർ ആവണമല്ലോ. ഈ പ്രിപ്പയർ ആവാതെ ചുമ്മാ പോയി നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു IAS പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് നോക്കാം. ജനറൽ സ്ട്രാറ്റജി നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് സ്റ്റാർട്ട് early, study plan, cover the syllabus and current affairs. സ്റ്റാർട്ട് early, അതായത് ഒരു IAS എക്സാമിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ്സ് കുറഞ്ഞതൊരു 1 മുതൽ 2 വർഷത്തെ പ്രിപ്പറേഷൻ എങ്കിലും നടത്തണം. ഈ ഒരു 2 വർഷത്തെ പ്രിപ്പറേഷൻ നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ IAS എക്സാമിലോട്ട് പോകാൻ പാടുള്ളൂ. അതുപോലെ സ്റ്റഡി പ്ലാൻ. ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നിങ്ങളൊരു സ്റ്റഡി ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കണം. ഈ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ഈ ഷെഡ്യൂൾ സ്ട്രിക്റ്റ്ലി നിങ്ങൾ ഫോളോ ചെയ്തു പോകണം. അതായത് ഒരു IAS എക്സാമിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അതായത് സ്ഥിരതയോടെ നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഫസ്റ്റ് നിങ്ങളൊരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നു. ഈ പ്രിപ്പയർ ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഈ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം, അതായത് ജനറൽ കാറ്റഗറിയിലെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കവർ ദ സിലബസ്. നിങ്ങൾ ഈ കവർ ദ സിലബസിൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രിലിമിനറി, മെയിൻ എന്നീ 2 എക്സാമുകളുടെയും എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ സെലക്റ്റീവ് സബ്ജക്റ്റുകൾ കവർ ചെയ്യാതെ എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകാൻ തന്നെ ശ്രമിക്കണം. അടുത്തതാണ് കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. നിങ്ങൾ ന്യൂസ് പേപ്പറുകൾ വായിക്കുക, ന്യൂസ് കാണുക, അതേപോലെ തന്നെ സർക്കാർ മാഗസിനുകൾ നിങ്ങൾ റീഡ് ചെയ്യുക, അതുപോലെ സർക്കാരിന്റെ പുതിയ പുതിയ പദ്ധതികളെ കുറിച്ച് പഠിക്കുക. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ തൊട്ട് മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് വരെയും നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. അടുത്തതാണ് സ്റ്റഡി മെറ്റീരിയൽ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാ നോക്കണ്ടേ. അപ്പം സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ NCERT ബുക്സ്, അതായത് ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റി ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള NCERT ബുക്കുകൾ നിങ്ങൾ റീഡ് ചെയ്ത് നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബുക്സ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മികാന്ത് പൊളിറ്റി, സ്പെക്ട്രംസ് മോഡേൺ ഹിസ്റ്ററി, ലക്ഷ്മികാന്ത് ഫോർ ഗവേണൻസ്, അതുപോലെ രമേഷ് സിംഗിന്റെ എക്കണോമിക്സ്, ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ബുക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്താണ് കറണ്ട് അഫയേഴ്സ്. ഈ കറണ്ട് അഫയേഴ്സിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു പത്രം, അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ്, അതുപോലെ ന്യൂസ്, ഇവന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഡേ ടു ഡേ നടക്കുന്ന അപ്ഡേറ്റുകളെല്ലാം നമ്മൾ എപ്പോഴും റീഡ് ചെയ്ത് വാർത്തകൾ കണ്ട് നമ്മൾ ഈ ഡേ ടു ഡേ കറണ്ട് അഫെയർ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇതാണ് ഈ കറണ്ട് അഫയേഴ്സിൽ നമുക്കൊരു സ്റ്റഡി മെറ്റീരിയലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതെന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആൻഡ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്. അതായത് ഈ മോക്ക് ടെസ്റ്റ് ആൻഡ് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു എക്സാമിന് പോകുമ്പോഴാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ എക്സാമിന്റെ ഒരു സ്വഭാവമൊന്നും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് നമ്മൾ പറഞ്ഞു എല്ലാത്തിനും 3 മണിക്കൂർ അങ്ങനെ വളരെ ടൈം ഡ്യൂറേഷൻ ഉണ്ട്, ടൈം പീരീഡ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ പ്രിപ്പയർ ആയി പോയി കഴിഞ്ഞാൽ ഈ എക്സാമിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻ ഇല്ലാതെ നമുക്ക് കൂളായിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ പ്രീവിയസ് ഇയർ നടന്നിട്ടുള്ള UPSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ റെഫർ ചെയ്ത് അതിനെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കണം. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തിട്ട് നിങ്ങൾ ഇതിനെ മോക്ക് ടെസ്റ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾ ടൈം ഡ്യൂറേഷൻ വെച്ചിട്ട് എക്സാക്ട് ഒരു UPSC എക്സാം നിങ്ങൾ എങ്ങനെ എഴുതാൻ പോകുന്നു, അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, അതേപോലെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ആവും. നിങ്ങളിപ്പോൾ ഫൈനൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ടൈം കാൽക്കുലേഷൻ ചെയ്ത് ടൈം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട്, നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഫൈനൽ എക്സാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോച്ചിങ് സെന്ററിന്റെ സഹായം നേടാം. ഒരു കോച്ചിങ് സെന്ററിൽ പോയി നിങ്ങൾക്ക് പഠിക്കാം. അടുത്തതാണ് ചൂസ് ആൻ ഓപ്ഷണൽ സബ്ജക്ട്. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഈ ഒരു എക്സാമിനെ വളരെ വലിയ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനെ കൊണ്ട് നിങ്ങളെ സാധിക്കും. ഇനി നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ്, നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനെ കൊണ്ടും നിങ്ങൾക്കുള്ള ഒരു കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ടൈം മാനേജ്മെന്റ്. കൃത്യമായ ടൈം മാനേജ്മെന്റ് ചെയ്ത് ടൈം പാലിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കൂടാതെ സ്റ്റേ അപ്ഡേറ്റ്, എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. നിങ്ങൾ
പഠിക്കുന്നതിനും എല്ലാത്തിനും ഒപ്പം നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യമാണ് നിങ്ങളുടെ ഏതു കാര്യത്തിനും മുന്നോട്ട് നയിക്കുന്നത്. സോ അതുകൊണ്ട് ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം, മെന്റലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിനെല്ലാം ഒപ്പം തന്നെ നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ഹാപ്പിനെസ്സും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നിങ്ങൾ കൃത്യമായിട്ടും കാത്തു സൂക്ഷിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അടുത്തത് സ്റ്റേ മോട്ടിവേറ്റഡ്. എപ്പോഴും നിങ്ങൾ മോട്ടിവേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ പഠിച്ചിട്ട് പറ്റുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ല എന്നെ കൊണ്ട് പറ്റും, എനിക്ക് പറ്റും എന്ന് പറയും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഇനി എന്നിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. നമ്മുടെ 12th ഫെയിൽ സിനിമയില്ലേ, അതെടുത്തൊന്ന് കണ്ടു നോക്ക്. അതിനകത്തിൽ ആ ക്യാരക്ടർ എങ്ങനെയാണ് എത്രത്തോളം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് IPS ഓഫീസർ ആയതെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പരത്തി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള എന്തോരം സക്സസ് ആയിട്ട് വന്നിട്ടുള്ള സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു സ്റ്റുഡന്റിൽ നിന്ന്, ഒരു സാധാരണപ്പെട്ട ഫാമിലിയിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള എത്ര കളക്ടർമാർ അല്ലെങ്കിൽ നമ്മുടെ എത്ര IAS ഓഫീസർമാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒന്ന് ലിസ്റ്റ് എടുത്ത് അവരെയൊക്കെ ഒന്ന് നോക്കി അവരുടെയൊക്കെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആവും. അപ്പം നമ്മൾ എത്രത്തോളം ഉയരത്തിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് നിൽക്കുക. കാര്യം നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളൊരു ഡിസിഷൻ എടുത്തു, ഓക്കെ എനിക്ക് IAS ഓഫീസർ ആവണം, ഞാൻ ആവും എന്നൊരു ഡിസിഷൻ എടുത്താൽ ആ ഡിസിഷനിൽ നിന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ്. അതേപോലെ തന്നെ ആ ഒരു ഡിസിഷനിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തിയും നിങ്ങൾ തന്നെയാണ്. വിജയിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. കാര്യം ഒരു IAS ഓഫീസർ ആവാന്ന് പറയുന്നത് ഈസി അല്ല, എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റ് ആയിട്ടിരിക്കുക. മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് IAS ഓഫീസർ ആവണം, ഞാൻ IAS ഓഫീസർ ആവും എന്നുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിന് തന്നെ അടിയുറച്ചു പോകുക. നമ്മൾ പറയത്തില്ല ഈ ലഹരികൾക്കൊക്കെ അടിമയാവുന്ന ആൾക്കാർ അറിയത്തില്ല, അവൻ ലഹരിക്ക് അടിമയാണെന്ന് അറിയത്തില്ല. അതേപോലെ നിങ്ങളുടെ ഒരു ലഹരി ആയിരിക്കണം IAS. നിങ്ങൾക്ക് ലഹരി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് IAS കിട്ടുന്നതാണ് എൻ്റെ ലഹരി, ഞാൻ IAS ഓഫീസർ ആവുന്നതാണ് എൻ്റെ ലഹരി. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി അങ്ങനെ എന്താ പറയാ കട്ടപ്പെട്ടങ്ങ് പണി കിട്ടണമെന്ന്. സോ അപ്പൊ ഇത്രയാണ് ഒരു IAS ഓഫീസർ ആവാനെ കൊണ്ടുള്ള യാത്രയുടെ ഘട്ടങ്ങളും കടമ്പകളും. അപ്പൊ എന്തായാലും നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ IAS ഓഫീസർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക്, അവരുടെ ഒരു ആഗ്രഹത്തിലേക്ക് മുന്നോട്ട് നയിക്കുക. ഇനിയും PB നൂഹിനെ പോലെയും ആൽഫ്രഡ് ടോബിയെ പോലെയുമുള്ള ഒരുപാട് IAS ഓഫീസർ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവട്ടെ, റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ നമ്മളൊരു സീരീസ് തുടങ്ങിയിരുന്നു ഇവിടെ UAE-ലെ ജോലി ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഒരു സീരീസ്. ആ സീരീസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ പ്രൊഫൈലുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് കമന്റ് ബോക്സിൽ ചോദിച്ച അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഹൈ പ്രൊഫൈൽ ജോലി ഓപ്ഷൻസ് മാത്രമേ അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമേ പറയുകയുള്ളൂ എന്ന് ചോദിച്ചു. ഒരിക്കലുമല്ല, നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ഇവിടെ UAE-യിലുള്ള ബ്ലൂ കോളർ ജോലികൾ, അതായത് സാധാരണ ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ജോലികൾക്കുള്ള ഡിമാൻഡുകളുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ മേഖല, ഇലക്ട്രിക്കൽ, പ്ലംബ്, ഇലക്ട്രീഷ്യന്, AC ടെക്നീഷ്യന്, അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള വിവിധതരമായിട്ടുള്ള പ്രൊഫൈലുകളുടെ ഇവിടെ കിട്ടുന്ന ജോലി സാധ്യതയെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന ഒരു സാലറിയെക്കുറിച്ചും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും കീപ് ഫോളോയിങ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മസ്സലാമ.